സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് അന്വർത്ഥമാക്കുകയും ചെയ്യുന്നത്. 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് ഓറഞ്ച് അലർട്ട് എന്ന് പറയുകയും ചെയ്യുന്നത്. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നാളെ വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. മറ്റന്നാൾ തിരുവോണ നാളാണ്. തിരുവോണത്തിനും ഏതായാലും മഴയുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾക്കാണ് 26-ന് മഴ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. യെല്ലോ അലർട്ട് ആയിരിക്കും ഈ ജില്ലകൾക്ക് എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് യെല്ലോ അലർട്ട് കൊണ്ട് അന്വർത്ഥമാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ മഴ ഇങ്ങനെ കാര്യമായി തന്നെ കിട്ടാനുണ്ടായ ഒരു കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നത് ഗംഗാതീര പശ്ചിമ ബംഗാളിനും ഒപ്പം സമീപ ജാർഖണ്ഡിനും വടക്കൻ ഒഡീഷ പ്രദേശങ്ങൾക്ക് മുകളിലായി ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുകയാണ്. ഇതിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 28-ാം തീയതി വരെ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുകയും ചെയ്തിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ യാതൊരു കാരണവശാലും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ളതാണ് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം. ഉയർന്ന തിരമാലയ്ക്കും ഒപ്പം തന്നെ കടലാക്രമണത്തിനും സാധ്യത ഉള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പുലർത്തേണ്ട ഒരു ഘട്ടമാണ് നിലവിലുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ രാവിലെ 11:30 വരെ 1.0 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഓണത്തിനും മഴ തകർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മഴയെ കരുതി വേണം ഓണം ആഘോഷിക്കാൻ. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.